ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് കുറച്ച് ട്രേഡുകളുണ്ടായിരുന്നു. ഒന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറുകളൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ട്രേഡ് കിട്ടിയിട്ടുള്ളൂ. ഒരു 2-3 ട്രേഡിൻ്റെ അടുത്തേക്ക് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് ഇതായിരുന്നു നിഫ്റ്റി ലെവൽസ് ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ബാക്കി ഇൻഡെക്സിൻ്റെ ഒക്കെയും എക്സ്പയറി ഡേ ആണ്, മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ ഭയങ്കര പ്രഷർ തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എൻട്രി എടുത്ത് സക്സസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടാസ്ക് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. നമുക്ക് എന്നാലും അത്യാവശ്യത്തിലേറെ നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുള്ള ദിവസം തന്നെയാണ് ഇന്ന്. എക്സ്പയറി ഡേ ഇപ്പോൾ ട്രേഡ് എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് വരില്ല. ഇനി എക്സ്പയറി ഡേയ്സിൽ ട്രേഡ് എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കുറച്ച് ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. 2150 പി, 23 സി, 49 പി, 49 സി, ഇത്രയും സ്ട്രൈക്കാണ് കൊടുത്തത്. ഈ സ്ട്രൈക്കിലത്തെ വിലകൾ എപ്പോഴും മാറിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു 10:30 വരെയെങ്കിലും നമുക്ക് വേറെ വിലകൾ ഇട്ട് കൊടുക്കേണ്ട വന്നായിരുന്നു. അതായത് പ്രൈസുകൾ, അതിൻ്റെ അടുത്തൊരു പ്രൈസ് കിട്ടുന്ന ഒരു പ്രൈസ് എവിടെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഈ പ്രൈസുകൾ വന്നിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ വോയിസും കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രൈസിലാണ് നമുക്ക് നല്ലൊരു ട്രേഡ് ആക്ടിവേറ്റ് ആയിരുന്നത്. ഫസ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കാണാം, അത് ഇഷ്ടംപോലെ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ. സെയിം സ്ട്രൈക്കിൽ തന്നെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം 49,200 സിയിലാണ് 147.60. ഈ പ്രൈസിലാണ് നമുക്ക് ഫസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. 9:52 കൊടുത്ത പ്രൈസാണ് കേട്ടോ. അത് ആക്റ്റീവ് ആയിരിക്കുന്നത് 10:03 147.60. 10:02 നമുക്ക് ആക്ടിവേറ്റ് ആയിരിക്കണത്. ഞാൻ 9:52 കൊടുത്ത ട്രേഡാണത്. 9:52 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ക്യാൻഡിൽ വരുന്നത്. ഇതാണ് ഈ ഗ്രീൻ ക്യാൻഡിലാണ്, ഈ റെഡ് ക്യാൻഡിലാണ് 9:52 ക്യാൻഡിൽ. എന്നിട്ട് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് ആക്ടിവേറ്റ് ആവണം. അതായത് ബയേഴ്സ് ലോസ് ചെയ്യണം. ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിൽ ലോസ് ചെയ്തു, ബോഡി ക്ലോസ്. അപ്പോൾ ട്രേഡ് ആക്ടിവേറ്റ് അല്ല. പിന്നെയും ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. കറക്റ്റായിട്ട് നോക്കുക. ബയേഴ്സ് ലോസ് ചെയ്ത സെല്ലേഴ്സ് നമ്മുടെ ബോഡി ലോസ് മുകളിൽ കിട്ടി. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ എടുക്കുമ്പോൾ അടിയിൽ നിന്ന് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റിൽ തന്നെ എടുക്കാം. ഇതെല്ലാവരോടും ഞാൻ പറഞ്ഞത് എസ് എല്ലിൽ വരുന്ന ഭാഗത്ത് നിന്ന് എടുക്കാനാണ് പറഞ്ഞത്. എക്സ്പയറി ഡേ ആയതുകൊണ്ട് എസ് എല്ലിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ 20-30 പോയിന്റ് എസ് എൽ ഇടുന്നുണ്ട്. അപ്പോൾ എസ് എൽ കൊടുക്കുന്ന ആ ഭാഗത്തുനിന്ന് നിങ്ങൾ എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടി നല്ല പ്രോബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രേഡായിരുന്നു അത്. ഇതിൽ നമുക്ക് പ്രോഫിറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേയിൽ തന്നെ ഒരു 50 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ്, പിന്നെ ഒന്ന് ലിമിറ്റിക്ക് പിന്നെയും വന്നിട്ട് പിന്നെ ഒരു 60 പോയിൻ്റ് അടുത്ത് പിന്നെയും നേരിട്ട് വൺ വേയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ എടുത്തവരുണ്ടാവും. ചിലപ്പോൾ ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്തവരുണ്ടാവും, ചിലപ്പോൾ വൺ വേയിൽ 50 പോയിൻ്റ് കിട്ടിയ വിറ്റവരുണ്ടാവും. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ വിൽക്കാൻ തന്നെ പറഞ്ഞിട്ടോ. ഞാൻ ബുക്ക് ചെയ്യാൻ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നു. കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. എക്സ്പയറി ഡേ ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ആക്ടിവേറ്റ് ഒന്നുമല്ല. പിന്നെ 23,200 പി, 48.75 അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 23,200 പി, ഇതാണ് ആ ട്രേഡ്. 23,200 പി. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ കൊടുത്തത് ഇവിടെയാണ്. പക്ഷെ നമുക്ക് ഈ സംഭവം നമുക്കൊരു സെല്ലേഴ്സ് റേഷൻ തരാണ്ട് തന്നെ ഇത് ഒരു 10-20 പോയിന്റ് 30 പോയിന്റ് മുകളിൽ പോയിട്ട് അടിയിലേക്ക് വന്ന ശേഷം അപ്പോൾ ഞാൻ വോയിസ് റേജ് ചെയ്തേക്കണത്. ഇതുമ്മേ ഈ സ്ട്രൈക്കുമ്പോൾ ലിമിറ്റഡ് എടുക്കണ്ട, ഇത്തിരി എസ് എല്ലിലേക്ക് വരുന്ന ഭാഗത്ത് എൻട്രി എടുത്താൽ മതി. നമ്മൾ 10 പോയിന്റാണ് എസ് എൽ ഇടുന്നത്. ഇപ്പോൾ ലിമിറ്റിൽ തട്ടിയെടുത്താലും ഇനിയിപ്പോൾ എസ് എല്ലിൽ കൊടുക്കണം, അങ്ങനെ എടുക്കണ, ലിമിറ്റിൽ തട്ടിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ എസ് എല്ലിലേക്ക് വരട്ടെ, എസ് എല്ലിലേക്ക് വരണ നേരത്തെ എൻട്രി എടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തവർക്കും ഇത് പ്രോഫിറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊരു 47 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒറ്റ സ്ട്രൈക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ 47 പോയിന്റ് ആരും പിടിച്ചിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് 10 പോയിന്റ് പോവാണ്ടാണ് പറയണത് 47 പോയിന്റിൻ്റെ കാര്യം. അങ്ങനെ നന്നായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ 1:2, 1:3, 1:4 ഇതൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ ഈ രണ്ട് ട്രേഡാണ് നമുക്ക് ആക്റ്റീവായ ട്രേഡുകൾ രണ്ടെണ്ണം. ആക്റ്റീവായ ട്രേഡിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ രണ്ട് ട്രേഡാണ് ആക്റ്റീവായി അയക്കണത്. പിന്നെ ജാക്ക് പോട്ട് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നു 23,500 സി, അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നൊരു 5-6 പോയിന്റ് മുകളിൽ പോയിട്ട് അടിയിലേക്ക് വരെ ചെയ്തു. പിന്നെ ഞാൻ എടുത്ത് പറയണില്ലേ, അത്രേ ഉള്ളൂ. ജാക്ക് പോട്ട് എന്ന് പറഞ്ഞ കൊടുത്തൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. കാരണം ആക്ടിവേറ്റ് 5-6 പോയിന്റേ പോയിട്ടുള്ളൂ. ജാക്ക് പോട്ട് ട്രേഡിൻ്റെ സംഭവം ഇതാണ്. അപ്പോൾ ഇത്രയും ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എക്സ്പയറി ഡേ കാരണം ഞാൻ അധികം പുഷ് ചെയ്തിട്ടില്ല. ആരും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും. അത്യാവശ്യം 1-2 ട്രേഡ് കിട്ടിയപ്പോൾ തന്നെ നിർത്തി. പിന്നെ പേഴ്സണിലേക്ക് ചോദിച്ചവരും കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം 100 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ടാസ്ക് ആണെന്ന് ട്രേഡിങ്. ബാങ്ക് നിഫ്റ്റിക്ക് ആണെങ്കിൽ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ ടാസ്ക് ആയിട്ടുള്ള ട്രേഡിങ് തന്നെയായിരുന്നു ഇന്നത്തെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റാടിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ആവും. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പയറി ഡേയ്സിൽ ട്രേഡിങ്ങിൽ
അപ്പോൾ അതില്ലാണ്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റിക്ക് പോകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം. എന്നാലാണ് പ്രോഫിറ്റിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഒപ്പം ഇന്ന് ട്രേഡ് ചെയ്ത എല്ലാവർക്കും, ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിലത്തെ ഇന്ന് എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്ത എല്ലാവർക്കും അത്യാവശ്യം പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ തീറ്റാടിക്കയുടെ മോഡലാണ്. നല്ല ട്രേഡുകൾ കിട്ടിയോണ്ടാണ് നമുക്ക് പോയിന്റ് കിട്ടിയത്. അല്ലാണ്ട് ഒരാൾക്ക് ഇന്ന് ഈസി ആയിട്ട് ട്രേഡ് വിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അത്രയും ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ പോവാം. പിന്നെ ഞാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് ട്രേഡ് കിട്ടിയത് രണ്ട് ട്രേഡേ ഉള്ളൂ. ഞാൻ ആക്റ്റീവ് അല്ലാണ്ട്, അതായത് ഒരു ക്യാൻഡിൽ റോസ് കിട്ടി അടുത്ത് കയറി പോവുക, അല്ലെങ്കിൽ വലിയ ക്യാൻഡിൽ കാണുമ്പോൾ എൻ്റെ പിന്നാലെ കയറി പോവുക, അത് എല്ലാവർക്കും പറ്റും കേട്ടോ. അത് ആർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാവർക്കും പറ്റും, അതെല്ലാവർക്കും ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് ട്രേഡേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നാളെ ഒരു അടിപൊളി ദിവസം ആട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ ബൈ.